SSLC Max 2026-27 അരിത്മെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. സോ കഴിഞ്ഞ പാർട്ടുകളൊക്കെ കണ്ടതിന് ശേഷം ഈ ഒരു പാർട്ടിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് 4 നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്നും അതുപോലെ ടേംസ് എന്താണെന്നും കോമൺ ഡിഫറൻസ് എന്താണ്, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 സീക്വൻസുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കുറച്ച് സീക്വൻസുകളാണ്. അപ്പോൾ ഈ ഒരു സീക്വൻസ് വെച്ചിട്ട് തന്നെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് എന്തായിരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തെ സീക്വൻസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇതിലെ ഒന്നാമത്തെ സംഖ്യ 1 ആണ്. 1 നിന്ന് 2ലേക്കുള്ള ഡിഫറൻസ് 1 ആണ് അല്ലേ, അത് നമുക്കറിയില്ല. അതായത് 1 + 1 ആണ് 2. ഇനി 2 നിന്ന് 3ലേക്കുള്ള ഡിഫറൻസ് 1 ആണ്. 2 + 1 ആണ് 3. ഇനി അടുത്തൊരു നമ്പർ നമ്മൾ എഴുതുകയാണെങ്കിൽ 4 ആണല്ലോ. ഇത് നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ആണ്. അപ്പോൾ 4 ആയതുകൊണ്ട് തന്നെ 3 നിന്ന് 4ലേക്കുള്ള ഡിഫറൻസ് 3 + 1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓരോ അടുത്തടുത്ത സംഖ്യകൾക്കിടയിലുമുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇനി നമുക്ക് അടുത്തത് ഈവൻ നമ്പറിൻ്റെ സീക്വൻസ് നോക്കാം. ഇവിടെയാണെങ്കിൽ ആദ്യത്തെ സംഖ്യ 2, അതിൽ നിന്ന് 2 കൂട്ടിയാലാണ് 4. പിന്നെ രണ്ടാമത്തെ സംഖ്യ 4, അതിൽ നിന്ന് 2 കൂട്ടിയാലാണ് 6. ഇനി അടുത്തൊരു സംഖ്യ കൂടി ഇതാണ് 8 ആണല്ലോ വരുന്നത്. അപ്പോൾ 6ൽ നിന്ന് 2 കൂട്ടിയാലാണ് 8. സോ ഇവിടെയും അടുത്തടുത്ത സംഖ്യകൾക്കിടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അടുത്തടുത്ത സംഖ്യകൾക്കിടയിലുള്ള ഡിഫറൻസ് സെയിം ആണ്. ഇനി അടുത്തൊരു സീക്വൻസ് നോക്കുകയാണെങ്കിൽ ഓഡ് നമ്പറിൻ്റെ സീക്വൻസ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സംഖ്യ 1 ആണ്, രണ്ടാമത്തെ സംഖ്യ 3 ആണ്. 1ൽ നിന്ന് 3ലേക്ക് 2 ആഡ് ചെയ്യണം. 3ൽ നിന്ന് അടുത്ത 5ലേക്ക് 2 ആഡ് ചെയ്യണം. ഇനി അടുത്ത നമ്പർ ഓഡ് നമ്പറിൻ്റെ സീക്വൻസിൽ അടുത്തത് എന്താ വരിക? 7 ആണ്. 5ൽ നിന്ന് 7ലേക്കും 2 ആഡ് ചെയ്യണം. സോ ഇവിടെയും അടുത്തടുത്ത ടേമുകൾക്കിടയിലുള്ള ഡിഫറൻസ് സെയിം ആണ്. ഇനി ഇതെന്ന് പറയുമ്പം ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. ഇവിടെയും ഹാഫിൽ നിന്ന് 1 ആവാൻ നമ്മൾ ഹാഫ് ആഡ് ചെയ്യണം അല്ലേ. ഹാഫ് + ഹാഫ് ആണ് 1. ഇനി 1ൽ നിന്ന് 1.5, അതായത് 1.5 ആവണമെങ്കിൽ 1ൻ്റെ കൂടെ +1/2 ചെയ്യണം അല്ലേ. ഇനി അതുപോലെ അടുത്ത ടേം എന്താ വരിക? 2 ആണ് നമുക്കറിയാം. അപ്പോൾ 1.5ൻ്റെ കൂടെ ഒരു 1/2 ആഡ് ചെയ്താലാണ് 2 ആവുന്നത്. സോ ഇവിടെയും അടുത്തടുത്ത ടേമുകൾക്കിടയിലുള്ള ഡിഫറൻസ് സെയിം ആണ്. ഇനി ലാസ്റ്റ് നമ്മളിവിടെ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സംഖ്യ 1 ആണ്, രണ്ടാമത്തെ സംഖ്യ 4 ആണ്. അവിടത്തേക്കുള്ള ഡിഫറൻസ് എന്താ? 1 + 3 ആണ് 4. ഇനി രണ്ടാമത്തെ സംഖ്യ 4, മൂന്നാമത്തെ സംഖ്യ 9. 4ൽ നിന്ന് 9ലേക്കുള്ള ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. ഇനി അടുത്തത് എന്താ വരുന്നത്? സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ ഈ സീക്വൻസിൽ അടുത്തത് വരുന്നത് 16 ആണ്, അഥവാ 4ൻ്റെ സ്ക്വയർ അല്ലേ. 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ. അപ്പോൾ 4ൻ്റെ സ്ക്വയർ 16 ആണ് വരുന്നത്. അപ്പോൾ 9ൽ നിന്ന് 16ലേക്കുള്ള ഡിഫറൻസ് 7 ആണ്. സോ ഇവിടെ മാത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും നേരം കണ്ടതുപോലെ അല്ലാതെ ഓരോ ടേമുകൾക്കിടയിലുള്ള ഡിഫറൻസും വ്യത്യാസമുണ്ട് അല്ലേ. അതായത് 1ൽ നിന്ന് 4ലേക്ക് 3 ആണ്, 4ൽ നിന്ന് 9ലേക്ക് 5 ആണ്, പിന്നെ 9ൽ നിന്ന് 16ലേക്ക് 7 ആണ്. സോ ഇവിടെ അടുത്തടുത്ത ടേമുകൾക്കിടയിലുള്ള ഡിഫറൻസ് ഡിഫറെൻ്റ് ആണ്. ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലായി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ലാസ്റ്റ് കാണിച്ച സീക്വൻസ്, ഈ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ഇത് മാത്രം ഒരു AP അല്ല. AP എന്ന് പറയുമ്പം അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഷോർട്ട് ഫോമാണ്. ഒരു AP അല്ല. കാരണം അവിടെ അടുത്തടുത്ത ടേമുകൾക്കിടയിലുള്ള ഡിഫറൻസ് സെയിം അല്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ അതിന് മുൻപിൽ നോക്കിയ 4 സീക്വൻസ് എടുക്കുകയാണെങ്കിലും അവിടെ അടുത്തടുത്ത ടേമുകൾക്കിടയിലുള്ള ഡിഫറൻസ് ഒരു സെയിം നമ്പറാണ് അല്ലേ, ഒരു കോൺസ്റ്റൻറ്റ് നമ്പറായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഈ സീക്വൻസുകളൊക്കെ ഒരു AP ആണ്, അഥവാ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഒരു അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പോലെ പറയുകയാണെങ്കിൽ എ സീക്വൻസ് സ്റ്റാർട്ടിങ് അറ്റ് 1 നമ്പർ ആൻഡ് ആഡിങ് ദ സെയിം നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ. അഥവാ ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു നമ്പർ തന്നെ ആഡ് ചെയ്ത് പോകും. ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യും, ഒരു നമ്പർ തന്നെ ആഡ് ചെയ്ത് പോകും. അതായത് ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ തുടരുന്ന സീക്വൻസുകളെയാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായല്ലോ. ഇനി ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഇവിടെ ടേം എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു സീക്വൻസ് ചെയ്താണ് 5ൻ്റെ മൾട്ടിപ്പിൾസ് വെച്ചിട്ട് ഒരു സീക്വൻസ് ചെയ്താണ്.
5, 10, 15, 20 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ ഒരു സീക്വൻസിൽ ഒന്നാമത് വരുന്നത് 5 ആണ്. സോ അതിനെ നമ്മൾ ഫസ്റ്റ് ടേം എന്ന് നമ്മൾ വിളിക്കും, അഥവാ ഒന്നാം പദം എന്ന് മലയാളത്തിൽ പറയാം. ഇനി രണ്ടാമത് വരുന്നത് 10 ആണ്. അതിനെ നമ്മൾ സെക്കൻഡ് ടേം എന്ന് വിളിക്കും, അഥവാ രണ്ടാം പദം എന്ന് മലയാളത്തിൽ പറയാം. മൂന്നാമത് വരുന്നത് 15 ആണ്. അപ്പം അതിനെ നമ്മൾ തേർഡ് ടേം എന്ന് വിളിക്കും, മൂന്നാം പദം എന്ന് മലയാളത്തിൽ പറയും. നാലാമത് വരുന്നത് 20 ആണ്. അതിനെ നമ്മൾ ഫോർത്ത് ടേം എന്ന് എന്ത് ചെയ്യും, പറയും. അപ്പം അതിനെ മലയാളത്തിൽ നാലാമത്തെ പദം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസിലെ ഓരോ പൊസിഷനിൽ വരുന്നതിനെയും നമ്മൾ ടേംസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു 25 ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫിഫ്ത്ത് ടേം എന്ന് വിളിക്കും, കാരണം ഇത് 5ാമത്തെ പൊസിഷനിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തതിനെ 6th ടേം, പിന്നത്തതിനെ 7th ടേം, അങ്ങനെ. അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഓരോ പൊസിഷനിലുള്ളതിനെയും നമ്മൾ വിളിക്കുന്ന കോമൺ നെയിമാണ് ടേംസ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം, ഇത് ഫിഫ്ത്ത് ടേം, അങ്ങനെ അങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടേം എന്നത് യൂസ് ചെയ്യുന്നത്. അഥവാ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുമ്പം ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കാര്യത്തിൽ ടേംസ് എന്നുമാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി കോമൺ ഡിഫറൻസ് എന്താണ്? ഏതൊരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെയും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം മൈനസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ മൂന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേമിനെ മൈനസ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നാലാമത്തെ ടേമിൽ നിന്ന് മൂന്നാമത്തെ ടേമിനെ മൈനസ് ചെയ്യാം. അഥവാ ഏതെങ്കിലും പൊസിഷനിലുള്ള ഒരു ടേമിൽ നിന്ന് അതിൻ്റെ പ്രീവിയസ് വണ്ണിനെ മൈനസ് ചെയ്യുക, അല്ലേ? അഥവാ ഇപ്പോൾ ഏതൊരു പൊസിഷൻ, ഇപ്പോൾ 7th ടേമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 7th ടേമിൽ നിന്ന് 6th ടേമിനെ വേണം നമ്മൾ മൈനസ് ആക്കാൻ വേണ്ടി, അതിൻ്റെ തൊട്ട് മുൻപിലുള്ളത്. ഓക്കെ, അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കിട്ടും. അഥവാ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പം നമ്മൾ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലൊക്കെ കിട്ടിയൊരു കോമൺ ആയിട്ടുള്ള നമ്പറിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു സീക്വൻസിൽ വരുമ്പം അത് 5 ആണ് എന്ന് നമുക്കറിയാം, കാരണം 5 + 5 ആണ് 10, 10 + 5 ആണ് 15, 15 + 5 ആണ് 20, 20 + 5 ആണ് 25. അതിനെയാണ് നമ്മൾ ഈ ഒരു സെയിം നമ്പർ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ആ നമ്പറിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നുകിൽ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിനെ മൈനസ് ചെയ്യുക, 10 - 5, ആൻസർ 5 കിട്ടും. കോമൺ ഡിഫറൻസ് 5 ആണ്, നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഇനി അല്ലെങ്കിൽ മൂന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേമിനെ മൈനസ് ചെയ്യുക, 15 - 10, അതും 5 ആണ്. അല്ലെങ്കിൽ നാലാമത്തെ ടേമിൽ നിന്ന് മൂന്നാമത്തേനെ മൈനസ് ചെയ്യുക, 20 - 15, അതും 5 ആണ്. അല്ലെങ്കിൽ 5ാമത്തെ ടേമിൽ നിന്ന് നാലാമത്തേനെ മൈനസ് ചെയ്യുക, 25 - 20, അതും 5 ആണ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. ഇതിന് കോമൺ ആയിട്ട് നമ്മൾ എങ്ങനെ ഓർത്തിരിക്കണം? ഏതൊരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെയും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ nth ടേം മൈനസ് n-1 ടേം എന്ന് നമുക്ക് ആലോചിക്കാം. അതായത് 5th ടേമാണ് എടുക്കുന്നതെങ്കിൽ n-1 എന്ന് പറയുമ്പോൾ 5 - 1 മൈനസ് 4th ടേം വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? കോമൺ ആയിട്ട് nth ടേം മൈനസ് n-1th ടേം, ഇങ്ങനെ നമുക്ക് പറയാം. ഇപ്പം ഇത്ര n-1 അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരുമായിരിക്കും. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഏത് ടേമാണോ നമ്മൾ എടുക്കുന്നത് ആ ടേമിൻ്റെ ബാക്കിലുള്ളതിനെ അതിൽ നിന്ന് മൈനസ് ആക്കാം. ഓക്കെ, ഇപ്പോൾ 25 നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് പിറകിലുള്ളതിനെ ഇതിൽ നിന്ന് മൈനസ് ആക്കാം, 25 - 20, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഒരു അരിത്മെറ്റിക് സീക്വൻസിനെ പറ്റിയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി ജസ്റ്റ് ഒരു 2 സീക്വൻസുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള 2 സീക്വൻസുകൾ കൂടി എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സീക്വൻസ് 360, 360, 360, പിന്നെയും 360 ആയിരിക്കുമല്ലോ വരിക. ഇപ്പോൾ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. സോ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നൊരു സീക്വൻസ് ആണ്. ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. വളരെ സിമ്പിളാണ്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 360ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 360 തന്നെ കിട്ടുന്നത്? +0. ഇനി രണ്ടാമത്തെ ടേമായ 360ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് അടുത്ത ടേം കിട്ടുന്നത്? +0.
അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ആഡ് ചെയ്ത് പോയിട്ടാണ് ഈ ഒരു സീക്വൻസ് മുന്നോട്ട് പോകുന്നത്. സോ അതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. കാരണം അടുത്തടുത്ത ഏതൊരു ടേംസ് എടുത്താലും അതിനിടയിലുള്ള ഡിഫറൻസ് സെയിം ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാൻ പറ്റും? അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരിക്കലും 0 ഡിഫറൻസ് ആയിട്ട് വരില്ല എന്ന് ചിന്തിക്കരുത്. 0 ആണെങ്കിലും പ്ലസ് നമ്പേഴ്സ് ആണെങ്കിലും മൈനസ് നമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ ഡിഫറൻസ് ആയിട്ട് വരാം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 0 ആണ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ സീക്വൻസ് നോക്കുകയാണെങ്കിൽ 95, 90, 85, ഇനി അടുത്ത് എന്ത് വരുമായിരിക്കും? 80, പിന്നെ എന്ത് വരുമായിരിക്കും? 75. അങ്ങനെ പോകുന്നൊരു സീക്വൻസ് ആണ്. ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ ടേം 95. നമുക്കറിയാം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നുകിൽ ഒന്നാമത്തെ ടേമിനെ മൈനസ് ചെയ്യുക, അതല്ലെങ്കിൽ മൂന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തേനെ മൈനസ് ചെയ്യാം, അതുമല്ലെങ്കിൽ നാലാമത്തേന്ന് മൂന്നാമത്തേനെ മൈനസ് ചെയ്യാം. അങ്ങനെ എങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിനെ മൈനസ് ചെയ്യാണ്. 90 മൈനസ് 95. അപ്പോൾ എത്ര വരുന്നത്? -5 ആണ് വരുന്നത് അല്ലേ? ചെറുതിൽ നിന്ന് വലുത് കുറക്കുമ്പോൾ മൈനസ് വരും. -5 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ടേം നോക്കാം. 85 നിന്ന് 90 കുറച്ചാലോ? അവിടെയും എന്താ വരുന്നത്? -5. 80 നിന്ന് 85 കുറച്ചാലോ? അവിടെയും -5. സോ നമുക്ക് മനസ്സിലാവും ഇവിടെ ഏത് അടുത്തടുത്ത ടേമുകൾക്കിടയിലുള്ള ഡിഫറൻസും സെയിം ആയിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതും ഒരു AP ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കോമൺ ഡിഫറൻസ് മൈനസ് വന്നാലും 0 വന്നാലും പ്ലസ് വന്നാലും ഒന്നും കുഴപ്പമില്ല. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് സംഭവം ഇവിടെ പറയുന്നത്. നമുക്ക് പറയാം ഇതും AP ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. എന്താണ് അരിത്മെറ്റിക് സീക്വൻസ്, അതുപോലെ എന്താണ് ടേംസ്, എന്താണ് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഒക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലാസ് എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടുമായിട്ട് വരാം. ബൈ.